സുഹൃത്തുക്കളെ, നമ്മുടെ വ്യായാമ വീഡിയോ പരമ്പരയിലെ 4ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസങ്ങളിലത്തെ വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദിവസം ചെല്ലും തോറും നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങളുടെ കട്ടി കുറേശ്ശെയായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ വ്യായാമങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു വ്യായാമവും ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സുഖമനുസരിച്ച്, നമ്മുടെ ആരോഗ്യമനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് മാത്രം ഓരോ വ്യായാമവും ചെയ്യുക. കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒട്ടും തന്നെ വ്യായാമം ചെയ്ത് പരിചയമില്ലാത്തവരുണ്ടാകാം, അധികം തടിയുള്ളവരുണ്ടാകാം, പലതരത്തിലുള്ള വേദനകളും തേയ്മാനങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവാം, പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ടാവാം. അപ്പോൾ അവരെല്ലാം തന്നെ ഈ വ്യായാമങ്ങളെല്ലാം ഈ അരമണിക്കൂർ വെച്ച് ഡെയിലി ഇതേ തരത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്യാൻ ആരംഭിച്ചാൽ ഒരു പക്ഷേ ശരീരത്തിന് വേദനകളോ അസ്വസ്ഥതകളോ കൂടിയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ഒട്ടും തന്നെ ധൃതി വയ്ക്കേണ്ട. പതുക്കെ നമ്മുടെ ശരീരം കുറേശ്ശെ ഫ്ലെക്സിബിൾ ആവുന്നതിനനുസരിച്ച് മാത്രം ചെയ്യുന്ന സമയത്തിന്റെ ദൈർഘ്യവും ചെയ്യുന്ന വ്യായാമത്തിന്റെ അളവും എല്ലാം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതിന് നമുക്ക് ആഴ്ചകളും മാസങ്ങളും എടുക്കണം. വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. കുറച്ച് മാസങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സസൈസുകൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ രൂപത്തിൽ ചെയ്തെത്തിയാൽ മതിയാകും. അപ്പോൾ ഒട്ടും ധൃതി വെക്കരുത്. ശരീരസുഖമനുസരിച്ച് മാത്രം ഓരോ വ്യായാമവും പരിശീലിക്കുക. ബുദ്ധിമുട്ടുണ്ടാകുന്ന എക്സസൈസുകൾ അത് വേണ്ടെന്ന് തന്നെ വെക്കുക. അപ്പൊ ഇതാണ് ഇന്ന് നിർദ്ദേശിക്കാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ 4ാമത്തെ വീഡിയോ കാണാം. നിവർന്നിരുന്നുകൊണ്ട് നെക്ക് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. വളരെ സാവധാനത്തിൽ നെക്ക് റൊട്ടേറ്റ് ചെയ്യാം. പതിയെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. കഴുത്തിലെ പേശികളിൽ മാത്രം ശ്രദ്ധിക്കാം. കഴുത്തിലെ മസിൽസിനൊക്കെ നല്ല വലിവ് അനുഭവപ്പെടുന്നുണ്ടാവും, അത് ശ്രദ്ധിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ്. കഴുത്തിന് വേദനയോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇടയ്ക്ക് വെച്ചാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. ചെറിയ മസിൽ സ്ട്രെച്ച് ആണെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. രണ്ട് ഡയറക്ഷനിലേക്കും 10 തവണ റൊട്ടേറ്റ് ചെയ്യാം. സ്ലോലി റിലീസ്. രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പതിയെ കൈകളെ പിറകിലേക്ക് ചലിപ്പിക്കാം. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി പിറകിലേക്ക്. ഷോൾഡർ മസിൽസിനാണ് കൂടുതൽ സ്ട്രെച്ച് അനുഭവപ്പെടുക. ഷോൾഡറിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ കൈകളെ പിറകിലേക്ക് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കാം. പതിയെ റിലീസ് ചെയ്യുന്നു. രണ്ട് കൈകളും രണ്ട് വശങ്ങളിലേക്ക് നീട്ടിപ്പിടിക്കാം. പിറകിലേക്ക് കൈകളെ ചലിപ്പിക്കാം. വീണ്ടും ഷോൾഡർ മസിൽസിന് തന്നെയാണ് സ്ട്രെച്ചിങ് അനുഭവപ്പെടുക. രണ്ട് കൈകളും ഷോൾഡർ ലെവലിൽ തന്നെ ഉയർന്നു നിൽക്കണം. കൈകൾ താഴ്ന്നു പോകരുത്. ഒരേ ലെവലിൽ നിന്നുകൊണ്ട് പുറകിലേക്ക് കുറച്ചുകൂടി ചലിപ്പിക്കാം. റിലീസ്. ഇനി കൈകൾ രണ്ട് വശങ്ങളിലേക്ക് നീട്ടിപ്പിടിക്കുന്നു, അല്പം താഴ്ത്തിപ്പിടിക്കുന്നു. ഇതേ മൂവ്മെൻറ്റ് കൈകളെ പിറകിലേക്ക് ചലിപ്പിക്കാം. ഷോൾഡറിന് ചുറ്റുമുള്ള മസിൽസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മസിൽസാണ് ഓരോ ലെവലിൽ കൈകൾ നീട്ടിപ്പിടിക്കുമ്പോഴും സ്ട്രെച്ച് ചെയ്യുന്നത്. പിറകിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റിലീസ്. സ്പൈനൽ ട്വിസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. രണ്ട് വശങ്ങളിലൂടെയും പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. രണ്ട് കൈമുട്ടുകളും മടക്കി ഷോൾഡർ ലെവലിൽ ഉയർത്തിപ്പിടിക്കാം. ഓരോ വശങ്ങളിലൂടെയും പിറകിലേക്ക് തിരിയുക. വലത്തോട്ട് തിരിയുന്നു, നേരെ വരുന്നു. ഇടത്തോട്ട് തിരിയുന്നു, നേരെ വരുന്നു. നട്ടെല്ലിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള മസിൽസിനുണ്ടാവുന്ന സ്ട്രെച്ചായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റിലീസ്. അടുത്ത പ്രാക്ടീസ് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യരുത്. രണ്ട് കാലുകൾ നീട്ടിവെക്കുന്നു. രണ്ട് കൈകളും ഓപ്പോസിറ്റ് ഷോൾഡേഴ്സിൽ വയ്ക്കുന്നു. ശരീരത്തെ പറ്റുന്നത്ര പിറകിലേക്ക് വളച്ചു പിടിച്ചുകൊണ്ട് ഷോൾഡറുകളെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്ട്രെയിൻ ഉള്ള ഒരു എക്സസൈസാണിത്. മസിൽസ് കൊളുത്തിപ്പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സാവധാനം മാത്രം ചെയ്യാം. റിലീസ്. രണ്ട് കാലുകളും സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം. കൈകൾ കൊണ്ട് ഓരോ കൈകൾ കൊണ്ടും ഓപ്പോസിറ്റ് കാൽവിരലിൽ തൊടുക.
ലോവർ ബാക്കിൽ നിന്നായിരിക്കണം മുൻപിലേക്ക് വളയേണ്ടത്. വലത് കൈ കൊണ്ട് ഇടത് കാൽവിരലിലും ഇടത് കൈ കൊണ്ട് വലത് കാൽവിരലിലും തൊടുക. കാലിലെ പേശികൾക്കുണ്ടാവുന്ന വലിവ് ശ്രദ്ധിക്കാം. സ്ലോലി റിലീസ്. ഇതെല്ലാം പതുക്കെ ചെയ്തു തുടങ്ങിയാൽ മതിയാവും. 2 കൈകളും തലയുടെ പിറകിൽ കോർത്തു വെച്ചുകൊണ്ട് പതിയെ മുൻപിലേക്ക് വളയുക. ബെൻഡ് ഫ്രം ലോവർ ബാക്ക്. പതിയെ 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 ലോവർ ബാക്കിൽ നിന്നും വളയുക. ഈ ഓരോ പ്രാക്ടീസും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള വേദനകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ വേദന ഉണ്ടാവുന്ന അവസരത്തിൽ ഇത് ചെയ്യരുത്. പതിയെ നേരെ വരുന്നു. റിലീസ്. 2 കാലുകളും റിലീസ് ചെയ്യുന്നു. 2 കാലുകളും ചേർത്ത് വയ്ക്കുന്നു. ഒരു കാല് മാത്രം മടക്കി പാദം അടുത്ത കാലിൻ്റെ തുടയോട് ചേർത്ത് വയ്ക്കുക. പതിയെ ശ്വാസകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. പതിയെ മുൻപിലേക്ക് വളയാം. വലത് കാൽമുട്ടിലേക്ക് നെറ്റി തൊടുവിക്കാനായി ശ്രമിക്കാം. ഇടതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. മുൻപിലേക്ക് വളയുന്നു. ഇടതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. പതിയെ മുൻപിലേക്ക് വളയുക. വലതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. മുൻപിലേക്ക് വളയുന്നു. പാദത്തിൽ പിടിക്കാം. ഇടതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. മുൻപിലേക്ക് വളയുക. കാലിലെ പേശികൾ വലിയുന്നത് ശ്രദ്ധിക്കാം. പിറകിലേക്ക് തിരിയുമ്പോൾ ബാക്ക് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ബെൻഡ് ഫോർവേഡ്. ഇടതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇനി ഇടത് കാൽമുട്ട് നിവർത്തി വയ്ക്കാം. വലത് കാൽമുട്ട് മടക്കി വയ്ക്കാം. ഇടത് കാൽമുട്ടിലേക്ക് നെറ്റി തൊടുവിക്കുന്നതിനായി മുൻപിലേക്ക് വളയുക. 2 പാദത്തിലും പിടിക്കാം. വലതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കാം. മുൻപിലേക്ക് വളയുന്നു. ഇടത് പാദത്തിൽ പിടിക്കുന്നു. വലതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ബെൻഡ് ഫോർവേഡ്. വലതുവശത്തുകൂടി പിറകിലേക്ക് തിരിയാം. മുൻപിലേക്ക് വളയുമ്പോൾ കാലിലെ പേശികൾ വലിയുന്നത് ശ്രദ്ധിക്കണം. വലതുവശത്തുകൂടി പിറകിലേക്ക് തിരിയുമ്പോൾ നട്ടെല്ലിൻ്റെ 2 വശങ്ങളിലുമുള്ള മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. മുൻപിലേക്ക് വളയുന്നു. നെറ്റി കാൽമുട്ടിൽ തൊടുവിക്കാൻ നോക്കുന്നു. വലതുവശത്തുകൂടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. സ്ലോലി റിലീസ്. 2 കാലുകൾ നിവർത്തി വയ്ക്കുന്നു. കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. തറയിലേക്ക് കിടക്കാം. ഇനി ചെയ്യുന്നത് വയറിലെ പേശികളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള ചില എക്സസൈസുകളാണ്. 2 കാൽമുട്ടുകളും മടക്കി വയ്ക്കുന്നു. കൈകൾ രണ്ടും തലയുടെ പിറകിൽ കോർത്തു വയ്ക്കുന്നു. ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ട് തല, കൈകൾ, അപ്പർ ബാക്ക് ഇത്രയും ഉയർത്തുക. വയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ പേശികളിൽ ശ്രദ്ധിക്കണം. വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള മസിൽസിനാണ് ഏറ്റവും കൂടുതൽ കോൺട്രാക്ഷൻ ഉണ്ടാവുക. പതിയെ റിലീസ് ചെയ്യുന്നു. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് അപ്പ്. തല, കൈകൾ, അപ്പർ ബാക്ക് ഇത്രയും ഉയർത്തുക. പതിയെ മൂക്കിലൂടെ ശ്വാസകത്തേക്ക് എടുത്തുകൊണ്ട് റിലീസ് ചെയ്യാം. അപ്പർ അബ്ഡോമിനൽ മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ്. ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉയരുന്നു. ഒരു 3 സെക്കൻഡ് ഉയർന്നു തന്നെ നിൽക്കുന്നു. പതിയെ മൂക്കിലൂടെ ശ്വാസകത്തേക്ക് എടുത്തുകൊണ്ട് തറയിലേക്ക് കിടക്കുന്നു. വീണ്ടും വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് ഉയരാം. വയറിൻ്റെ മുകൾ ഭാഗത്തെ മസിൽസിൽ തന്നെ ശ്രദ്ധിക്കണം. നല്ല കോൺട്രാക്ഷൻ ഉണ്ടാവണം. റിലീസ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉയരാം. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് പതിയെ റിലീസ് ചെയ്യാം. ഇനി 2 കാൽമുട്ടുകളെയും വലതുവശത്തേക്ക് ചരിച്ചു വയ്ക്കാം. വലത് കാൽമുട്ടിന് മുകളിൽ ഇടത് കാൽമുട്ട് വിശ്രമിക്കുന്നു. വലതു പാദത്തിന് മുകളിൽ ഇടതു പാദം വിശ്രമിക്കുന്നു. നേരത്തെ ചെയ്ത അതേ പ്രാക്ടീസ് ചെയ്യാം. ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ട് തലയും കൈകളും അപ്പർ ബാക്കും ഉയർത്താൻ ശ്രമിക്കാം. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് റിലീസ് ചെയ്യാം.
ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉയരാം. വയറിൻ്റെ മധ്യഭാഗത്തെയും വശങ്ങളിലുമുള്ള മസിൽസിനാണ് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്. 3 സെക്കൻഡ് ഉയർന്നു നിന്നതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് റിലീസ് ചെയ്യാം. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുയരാം. വയറിൻ്റെ സൈഡിലൊക്കെ നല്ല മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. 3 സെക്കൻഡ് മാത്രം ഉയർന്നു നിന്നുകൊണ്ട് പതിയെ റിലീസ് ചെയ്യാം. മുഴുവൻ പ്രാക്ടീസിലും കണ്ണുകൾ അടച്ചിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉയരാം. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് റിലീസ്. വയറിൻ്റെ സൈഡിൽ തന്നെ ശ്രദ്ധിക്കണം. പതിയെ ഉയരാം. റിലീസ്. അടുത്ത വശത്തേക്ക് ചരിച്ചു വയ്ക്കാം. 2 കാൽമുട്ടുകളെയും ഇടതുവശത്തേക്ക് ചരിച്ചു വയ്ക്കുന്നു. കണ്ണുകൾ അടച്ച് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തലയും കൈകളും അപ്പർ ബാക്കും 3 സെക്കൻഡുകൾ ഉയർത്തിപ്പിടിക്കുന്നു. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് റിലീസ് ചെയ്യുന്നു. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുയരുന്നു. വയറിൻ്റെ വലതുവശത്തുള്ള മസിൽസിന് നല്ല വലിവുണ്ടാവും, നല്ല കോൺട്രാക്ഷൻ ഉണ്ടാവും. പതിയെ റിലീസ് ചെയ്യാം. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുയരാം. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് റിലീസ്. വീണ്ടും വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. മാക്സിമം ഉയരാനായിട്ട് ശ്രമിക്കണം. പതിയെ റിലീസ്. അപ്പ്. വയറിൻ്റെ മധ്യഭാഗത്തെയും വശങ്ങളിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. പതിയെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് റിലീസ്. അപ്പ്. റിലീസ്. പതിയെ നേരെ വരാം. കാലുകൾ ഓരോന്നായി റിലീസ് ചെയ്യാം. കൈകൾ റിലീസ് ചെയ്യാം. 2 കാൽമുട്ടുകളും മടക്കി വയ്ക്കാം. 2 കൈകളും തലയുടെ പിറകിൽ കോർത്തു വയ്ക്കാം. 2 കാലുകളും തറയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുന്നു. കാലുകൾ ഓരോന്നായി നിവർത്തുക, മടക്കുക. ഓരോ കാൽമുട്ടിലേക്കും തല ഉയർത്തി ഓപ്പോസിറ്റ് കൈമുട്ട് തൊടുവിക്കാനായിട്ട് ശ്രമിക്കണം. വലത് കൈ കൊണ്ട് ഇടത് കാൽമുട്ടിൽ തൊടുന്നു, ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ടിൽ തൊടുന്നു. ഒരു കാൽമുട്ട് മടക്കുമ്പോൾ അടുത്ത കാൽമുട്ട് മുഴുവനായിട്ട് നിവർത്തിപ്പിടിക്കാം. അടിവയറിലേക്കുള്ള പേശികളാണ് കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് നടുവേദനയും കഴുത്ത് വേദനയും ഉള്ളവർ ചെയ്യരുത്. റിലീസ്. പതിയെ വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കാം. ഹിപ്പ് ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. കൈത്തണ്ട തറയിൽ വയ്ക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വയ്ക്കുന്നു. പതിയെ ഉയരാം, താഴാം. ഉയരുക, താഴുക, ഉയരുക, താഴുക. കൈത്തണ്ടയിലേക്കും കൈകളിലെ പേശികളിലേക്കും ഷോൾഡർ മസിൽസിലേക്കും ബാക്ക് മസിൽസിലേക്കും എല്ലാം ശ്രദ്ധിക്കുക. ഈ മസിൽസിനെല്ലാം നല്ല സ്ട്രെയിൻ ഉണ്ടായിരിക്കും. പതിയെ ശ്വാസം അകത്തേക്ക് എടുത്തുയരുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കാം. കൈത്തണ്ട തറയിൽ വെച്ചു, കാൽമുട്ടുകൾ മടക്കി വെച്ചു. അപ്പ്. റിലീസ്. ശ്വാസം അകത്തേക്ക് എടുത്തുയരാം. പതിയെ റിലീസ്. മുകളിലേക്ക് ഉയരുന്നു. ഹിപ്പ് മസിൽസ് ശ്രദ്ധിക്കാം. ലോവർ ബാക്ക് മസിൽസ്, കൈത്തണ്ടയിലെ പേശികൾ, കൈകളിലെ പേശികൾ, ഷോൾഡർ മസിൽസ് എല്ലാം ശ്രദ്ധിക്കാം. മസിൽസിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. വളരെ സ്ലോ ആയിട്ട് തന്നെ ഉയരുക, പതിയെ താഴുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ഉയരുന്നു. പതിയെ റിലീസ്. തറയിലേക്ക് കിടക്കാം. അടുത്തത് ലെഗ് റൊട്ടേഷനാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നടുവേദനയുള്ളവർ മുഴുവനായിട്ടും പ്രാക്ടീസ് ഒഴിവാക്കണം. 2 കാൽമുട്ടുകളും മടക്കുന്നു, നേരെ മുകളിലേക്ക് ഉയർത്തുന്നു, നിവർത്തിക്കൊണ്ട് താഴ്ത്തുന്നു,
വീണ്ടും മടക്കുന്നു. വളരെ സ്ലോയിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവൂ. മസിൽസ് കോച്ചി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സ്ലോയിൽ മാത്രം മുഴുവൻ ശ്രദ്ധയോടെ പ്രാക്ടീസ് ചെയ്യാം. നേരെ മുകളിലേക്ക് കാലുയർത്തി താഴ്ത്തി കാൽമുട്ടുകൾ മടക്കി, നേരെ മുകളിലേക്ക് ഉയർത്തുന്നു, താഴ്ത്തുന്നു, മടക്കുന്നു. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. 2 കാൽമുട്ടും മടക്കുന്നു, നേരെ നിവർത്തുന്നു, നിവർത്തിക്കൊണ്ട് ഉയർത്തുന്നു, മടക്കുന്നു, നിവർത്തുന്നു, ഉയർത്തുന്നു, മടക്കുന്നു, നിവർത്തുന്നു, ഉയർത്തുന്നു, മടക്കുന്നു. വളരെ സാവധാനത്തിൽ തന്നെ ചെയ്യാം. ലോവർ ബാക്ക് മസിൽസിന് നന്നായിട്ട് ശക്തിപ്പെടുത്താൻ ഈ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. കാലിലെ മസിൽസും ശക്തിപ്പെടും. വളരെയധികം സ്ട്രെയിനുള്ള എക്സസൈസാണ് എന്നുള്ളതുകൊണ്ട് ശ്രദ്ധാപൂർവം മാത്രമേ ചെയ്യാവൂ. പതിയെ റിലീസ് ചെയ്യാം. എഴുന്നേറ്റിരിക്കാം. കൈകളിലെ പേശികളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള എക്സസൈസാണ്. കാൽമുട്ടുകൾ മടക്കി വയ്ക്കുന്നു, കൈപ്പത്തികൾ അല്പം പിറകിലേക്ക് ഇറക്കി വയ്ക്കുന്നു. പതിയെ കൈമുട്ടുകൾ പിറകിലേക്ക് വളയ്ക്കുക. തറയിൽ തൊടുവിക്കുന്നതിനായിട്ട് നന്നായി താഴ്ത്തി കൊണ്ടുവരിക. പതിയെ ഉയരാം. കൈമുട്ടുകൾ മടക്കുന്നു, നിവർത്തുന്നു. മടക്കുമ്പോൾ ശരീരത്തെ എത്രമാത്രം താഴ്ത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയ്ക്ക് താഴ്ത്തുക. കൈകളിലെ മസിൽസിന് നല്ല കോൺട്രാക്ഷൻ ഉണ്ടാവും, അത് ശ്രദ്ധിക്കാം. പതിയെ മടക്കുന്നു, സ്ലോ ആയിട്ട് നിവർത്തുന്നു. മടക്കുക, നിവർത്തുക, റിലീസ് ചെയ്യാം. കാൽമുട്ടുകൾ ഓരോന്നായി മടക്കി ഉപ്പുറ്റിയിലേക്ക് ഇരിക്കാം. കൈകൾ മുകളിലേക്ക് ഉയർത്തുക, മുൻപിലേക്ക് വളഞ്ഞ് കൈപ്പത്തികൾ തറയിൽ വയ്ക്കുന്നു, നെറ്റി തറയിൽ വയ്ക്കുന്നു. കാലുകൾ ഓരോന്നായി പിറകിലേക്ക് ഇറക്കി വെച്ച് കമഴ്ന്ന് കിടക്കാം. 2 കാലുകളും പതുക്കെ ചേർത്ത് വയ്ക്കാം. കൈപ്പത്തികൾ നെഞ്ചിൻ്റെ 2 വശങ്ങളിലായിട്ട് വയ്ക്കാം. ശരീരത്തെ ഉയർത്തുക. കൈപ്പത്തിയിലും കാൽ വിരലിലും മാത്രമായി ശരീരത്തെ ബാലൻസ് ചെയ്യാം. അരക്കെട്ടുയരുകയോ താഴുകയോ ചെയ്യരുത്. കൈകളുടെ മസിൽസിന് അത്യാവശ്യം നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത് വയറിലെ പേശികൾക്കാണ്. നല്ലവണ്ണം ബ്രീത്തിങ് ചെയ്യാം. ശ്വാസം നന്നായി അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക. വയറിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ലോവർ ബാക്കിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ലോവർ ബാക്ക് മസിൽസും നന്നായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. പതിയെ റിലീസ് ചെയ്യാം. കൈകൾ റിലീസ് ചെയ്യാം. റിലാക്സ്. ഇനി ഇതേ പ്രാക്ടീസ് തന്നെ മറ്റൊരു തരത്തിൽ ചെയ്യാം. കാലുകൾ ചേർത്ത് വയ്ക്കാം. കൈമുട്ടുകൾ മടക്കി കൈത്തണ്ടകൾ തറയിൽ വയ്ക്കാം. കൈത്തണ്ടയിലും കാൽ വിരലിലുമായി ശരീരത്തെ ഉയർത്തിപ്പിടിക്കാം. വേണമെങ്കിൽ 2 കൈകളും കോർത്തു പിടിച്ച് നിൽക്കാം. ശരീരത്തെ തറയ്ക്ക് പാരലലായിട്ട് നിർത്താം. ഏറ്റവും കൂടുതൽ കോൺട്രാക്ഷൻ അനുഭവപ്പെടുന്നത് വയറിലെ പേശികൾക്ക് തന്നെയായിരിക്കും. കാലിലെ പേശികൾ, ബാക്ക് മസിൽസ് എല്ലാം ശക്തിപ്പെടുത്തുന്നതിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ്. പക്ഷേ ചെയ്യാൻ അല്പം സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട് ചെയ്യരുത്. വളരെ പതുക്കെ 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 സമയമെടുത്തുകൊണ്ട്, ദിവസങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസ് പരിശീലിച്ചാൽ മതിയാവും. പതിയെ റിലീസ് ചെയ്യാം. കൈകാലുകൾ റിലീസ് ചെയ്യുന്നു. എഴുന്നേറ്റ് നിൽക്കാം. 2 കൈകളും മുകളിലേക്ക് ഉയർത്തുന്നു, കോർത്തു പിടിക്കുന്നു, മലർത്തുന്നു. ശരീരത്തെ 2 വശങ്ങളിലേക്കും ചരിക്കാം. ആദ്യം വലതുവശത്തേക്ക് ചരിക്കുന്നു. ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്. നേരെ വരുന്നു. ഇടതുവശത്തേക്ക് ചരിക്കുന്നു. പതിയെ നേരെ വരുന്നു. വലത്തോട്ട് ചരിക്കാം. ശരീരത്തെ തളർത്തിയിടുക എന്നുള്ള രീതിയിൽ മാത്രമായാൽ മതി. സ്ട്രെയിൻ ചെയ്തുകൊണ്ട് വശങ്ങളിലേക്ക് ചരിയരുത്. നേരെ വരുന്നു. ഇടതുവശത്തേക്ക് ചരിയാം. പതിയെ നേരെ വരാം. അടുത്തൊരു വശത്തേക്ക് ചരിയാം. വലത്തോട്ട് ചരിയുന്നു. ശരീരത്തിൻ്റെ ഇടതുഭാഗത്തുള്ള പേശികൾ വലിയുന്നു. ഇടത്തോട്ട് ചരിയുമ്പോൾ ശരീരത്തിൻ്റെ വലതുഭാഗത്തുള്ള മസിൽസ് വലിയുന്നത് ശ്രദ്ധിക്കാം. ഓരോ വശങ്ങളിലേക്കും ശരീരത്തെ പതിയെ തളർത്തിയിടാം.
ശരീരത്തിൻ്റെ 2 വശങ്ങളിലുള്ള മസിൽസും 2 ഷോൾഡർ ജോയിൻറ്റിലുള്ള മസിൽസും എല്ലാം നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്യും. ആ സ്ട്രെച്ച് എല്ലാം നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ ശരീരത്തെ ഓരോ വശത്തേക്കും ചരിക്കുക. റിലീസ്. 2 കൈകളും 2 വശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ചു. വശങ്ങളിലേക്ക് തിരിയുക, പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. ഓരോ വശങ്ങളിലൂടെയും പിറകിലേക്ക് തിരിയുക. വലത്തോട്ട് തിരിയുന്നു, നേരെ വരുന്നു, ഇടത്തോട്ട് തിരിയുന്നു, നേരെ വരുന്നു. ഓരോ വശങ്ങളിലേക്ക് തിരിയുമ്പോഴും ഷോൾഡറുകൾ പരമാവധി പിറകിലേക്കും മുൻപിലേക്കുമായിട്ടുള്ള ഒരു നേർരേഖയിൽ കൊണ്ടുവരാം. ബാക്ക് മസിൽസിലേക്ക് ശ്രദ്ധിക്കാം. വലത്തോട്ട് തിരിയുന്നു, മാക്സിമം തിരിയാം, നേരെ വരുന്നു, ഇടത്തോട്ട് തിരിയുന്നു, നേരെ വരുന്നു. ബാക്ക് മസിൽസിന് ഉണ്ടാകുന്ന സ്ട്രെച്ച് കൃത്യമായും ആസ്വദിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. റിലീസ്. കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് വളയാം. ഓരോ പാദത്തിനെയും ലക്ഷ്യമാക്കി മുൻപിലേക്ക് വളയുന്നു, നേരെ വരുന്നു. വലതു പാദത്തെ തൊടാനായിട്ട് മുൻപിലേക്ക് വളയുന്നു, നേരെ വരുന്നു. ഇടത് പാദത്തെ തൊടാൻ മുൻപിലേക്ക് വളയുന്നു, നേരെ വരുന്നു. ഏത് പാദത്തിലേക്കാണോ തൊടാൻ ശ്രമിക്കുന്നത് ആ കാലിനായിരിക്കും നല്ല സ്ട്രെച്ച് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ലോവർ ബാക്കിൽ നിന്നായിരിക്കണം വളയേണ്ടത്. അപ്പർ ബാക്കും മിഡിൽ ബാക്കും വളയാനായിട്ട് അനുവദിക്കരുത്. ഓരോ തവണയും മുൻപിലേക്ക് വളയുമ്പോൾ കാലിലെ പേശികൾക്കുണ്ടാകുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടതു പാദത്തെ തൊടാനായി മുൻപിലേക്ക് വളയുന്നു. അടുത്ത പാദത്തിലേക്ക് നേരെ വരുന്നു. റിലീസ് ചെയ്യാം. രണ്ട് കാലുകളും ഒരു 3 അടി അകലത്തിൽ വയ്ക്കാം. കൈകൾ 2 വശങ്ങളിലേക്ക് നീട്ടി വയ്ക്കാം. വലത് കൈ കൊണ്ട് ഇടത് കാൽവിരലിലും ഇടത് കൈ കൊണ്ട് വലത് കാൽവിരലിലും മാറി മാറി തൊടുക. വളരെ സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. 2 കാൽമുട്ടുകളും നന്നായിട്ട് നിവർത്തി വയ്ക്കണം. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈവിരലിലേക്ക് നോക്കുക. പതിയെ റിലീസ് ചെയ്യാം. കൈകൾ, കാലുകൾ റിലീസ്. ഇനി സിറ്റപ്സ് പ്രാക്ടീസ് ചെയ്യാം. കാലുകൾ ഒരടി അകലത്തിൽ വയ്ക്കുന്നു. കൈകൾ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറ്റുന്നത്ര കാൽമുട്ടുകൾ മടക്കുന്നു, നേരെ വരുന്നു. കാൽമുട്ടുകൾ മടക്കി ഇരിക്കുന്ന തരത്തിൽ താഴുക, ഉയരുക, താഴുക, ഉയരുക. കാൽമുട്ട് മടക്കുന്നു, നിവർത്തുന്നു. കാലിലെ പേശികളിൽ തന്നെയായിരിക്കണം ശ്രദ്ധ. ശരീരം മുൻപിലേക്ക് അധികം വളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. തുടകളിലെ മസിൽസിലേക്കും ഹാഫ് മസിൽസിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. പതിയെ റിലീസ് ചെയ്യാം. അടുത്തതായി പ്രാക്ടീസ് ടോ സ്റ്റാൻഡിങ്. പാദങ്ങൾ അടുപ്പിച്ചു വെച്ചു. പതിയെ ഉപ്പുറ്റി മുകളിലേക്ക് ഉയർത്തുന്നു. ഫീൽ ദ സ്ട്രെച്ച്. പതിയെ റിലീസ്. അപ്പ്, റിലീസ്. ഉപ്പുറ്റി മാക്സിമം ഉയർത്തുക. റിലീസ്. കാൽവിരലിലേക്ക് മുഴുവൻ ശരീരഭാരവും കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഉപ്പുറ്റി നല്ലവണ്ണം ഉയർത്തുക. കാലിലെ മസിൽസൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടാവും. റിലീസ്. അപ്പ്, ഉപ്പുറ്റി മാക്സിമം ഉയർത്തുക. ഉപ്പുറ്റി ഉയർത്തുന്നു. കാലിലെ മസിൽസിൽ തന്നെയായിരിക്കണം നമ്മുടെ ശ്രദ്ധ. റിലീസ്. അപ്പ്, റിലീസ്. അപ്പ്, നന്നായിട്ട് ഉയർത്താം. വേണമെങ്കിൽ 2 സെക്കൻഡ് ഉയർന്ന് നിൽക്കാം, ഹോൾഡ് ചെയ്യാം. റിലീസ്. പതിയെ റിലീസ് ചെയ്യാം. നന്ദി.